ശ്രീ സേനാപതി വേണു, കോൺഗ്രസോ അല്ലെങ്കിൽ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സഖ്യമോ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം അങ്ങനെ കുറഞ്ഞ് അലിഞ്ഞില്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചനയും അതുതന്നെയാണ്. JMMനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് സഖ്യം അധികാരത്തിലുള്ള ജാർഖണ്ഡ് കൂടി നഷ്ടപ്പെട്ടേക്കും എന്ന് തോന്നിപ്പിക്കുന്നു. വലിയ ആശങ്കയുണ്ടോ? ഇല്ല, ഒട്ടും ആശങ്കയില്ല. കാരണം ഇപ്പോൾ പല സർവേകളും 81 സീറ്റാണല്ലോ ജാർഖണ്ഡിലുള്ളത്. 81 സീറ്റില് 30-40, 30-42 എന്ന് വരെ ഇന്ത്യ സഖ്യത്തിന് പല സർവേകളും എക്സിറ്റ് പോളുകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു എക്സിറ്റ് പോള് വളരെ വ്യക്തമായി ജാർഖണ്ഡിൽ BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഒന്നിലും പറഞ്ഞിട്ടില്ല. തന്നെയുമല്ല, ഇത് എന്താ പറഞ്ഞ വളരെ നേരിയൊരു മാർജിനാണ് ഈ സർവേകൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവചിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സമ്പൂർണമായ ഒരു വിശ്വാസത്തിലാണ്. പിന്നെ എക്സിറ്റ് പോളിന്റെ ഒരു വിശ്വാസ്യതയെക്കുറിച്ച് എനിക്ക് മുമ്പ് സംസാരിച്ച എൻ്റെ ബഹുമാന്യായ സ്നേഹിതനോട് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഹരിയാനയിൽ വലിയ വിജയം, കംഫർട്ടബിൾ മജോറിറ്റി 72 സീറ്റ് വരെ, 70-ന് മുകളിലേക്ക്, 90-70 വരെ എന്നൊക്കെ പ്രവചിച്ചിരുന്നു. അപ്പോ ആ പ്രവചനങ്ങളെല്ലാം അങ്ങ് പറയുന്നത് വിലക്കെടുത്താൽ തന്നെ ഇങ്ങനെ സംഭവിച്ചു പോയാലത്തെ ആശങ്കയാണ് എന്റെ ചോദ്യം. അതായത് 42 മുതൽ 47 വരെ ഞങ്ങള് ഒരിക്കലും സംഭവിക്കില്ല എന്ന് തന്നെയുള്ള വിശ്വാസത്തിലാണ്. കാരണം ഒരു നേരിയ ഭൂരിപക്ഷത്തിലാണ് എങ്കിൽ പോലും ജാർഖണ്ഡിൽ JMMഉം അതുപോലെ തന്നെ കോൺഗ്രസും നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ സഖ്യം അവിടെ അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു സമ്പൂർണമായ വിശ്വാസവും ഞങ്ങൾക്ക് ലഭിക്കുന്ന ഞങ്ങളുടെ ഒരു ഫീഡ്ബാക്കിൽ നിന്നും അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ പല സർവേകളും എന്താ പറഞ്ഞ ഇന്ത്യ മുന്നണിക്ക് ഒരു 40-42ഓളം അല്ലെ 45 വരെ സീറ്റുകൾ പ്രവചിക്കുന്ന സർവേകൾ, ഒട്ടും പുറകിലല്ലാത്ത സർവേകൾ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ജാർഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം. ഇനി മഹാരാഷ്ട്രയെ സംബന്ധിച്ച് മഹാരാഷ്ട്രയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇന്നോളം ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി, ശരത് പവാർ നേതൃത്വം കൊടുക്കുന്ന നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് പവാർ വിഭാഗം, അതുപോലെ തന്നെ ബാൽ ഠാക്കറെയുടെ മകൻ ഉദ്ധവ് ബാൽ ഠാക്കറെ നേതൃത്വം കൊടുക്കുന്ന ശിവസേന, ഈ മൂന്നും ഇത് ചേർന്നിരിക്കുന്ന ഒരു സഖ്യം, അതും ഞങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ബഹുമാന്യായ AICC വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ രമേശ് ചെന്നിത്തലയായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ചുമതല. ഞാൻ ഇന്നും അദ്ദേഹവുമായി ഫോണിൽ സംസാരിക്കാൻ അവസരം കിട്ടിയതാണ്. ഞങ്ങൾ സമ്പൂർണമായ ഒരു വിശ്വാസത്തിലാണ് അവിടുത്തെ 288 സീറ്റുകളിൽ ഭരിക്കാൻ ആവശ്യമായ ഒരു ഭൂരിപക്ഷം ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തികഞ്ഞ പ്രതീക്ഷ. പക്ഷേ ശ്രീ സേനാപതി വേണു, പീപ്പിൾസ് പൾസ് എന്ന സർവേ പറയുന്നത് 175 മുതൽ 195 സീറ്റുകൾ വരെ BJP സഖ്യം നേടാം എന്നാണ്. നോക്കൂ, നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. യുവരാജും പറഞ്ഞു ഞങ്ങൾക്ക് ഈ എക്സിറ്റ് പോളുകളിൽ വലിയ വിശ്വാസമൊന്നുമില്ല എന്ന് യുവരാജും പറഞ്ഞു. ഇവിടെ 175 മുതൽ 195 വരെ ഒരു വലിയ മാർജിൻ പ്രവചിക്കപ്പെടുമ്പോൾ അവിടെയാണ് പ്രശ്നം. അല്ല, ഞാൻ അവരുടെ ഒരു സർവേ ഫലം, കാരണം ഇപ്പൊ അവർക്ക് പ്രവചനം നടത്താനോ ഉള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ അവകാശത്തെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ ഈ ചർച്ചയിലേക്ക് പങ്കെടുക്കുന്നതിന് മുമ്പ് മറ്റ് ചില സർവേകൾ, അത് കഴിഞ്ഞ പ്രാവശ്യം സർവേയിൽ നിന്നൊക്കെ മാറി നിന്ന ചില സർവേകൾ പോലും അവർ സ്വകാര്യമായിട്ട് പുറത്തുവിടുന്ന അവരുടെ കണക്കുകൾ, ആ കണക്കുകളിൽ ഇന്ത്യ സഖ്യത്തിന് അവിടെ ആശങ്കപ്പെടേണ്ടതില്ല, ഭരണത്തിൽ അവിടെ അധികാരത്തിൽ വരാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള സർവേകൾ അവിടെയും നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെയും ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഏതായാലും 23-ാം തീയതിയാണ് നമുക്ക് ഇതിന്റെ ഫലപ്രഖ്യാപനം അവസാനമായിട്ട്. ഇതിപ്പോ നമ്മളൊരു എക്സിറ്റ് പോളിനെ കുറിച്ച് നടത്തുന്ന ഒരു ചർച്ചയാണ്. അപ്പം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായും ഇന്ത്യ മുന്നണി അവിടെ ഒരു നല്ല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്ന് പല സർവേ റിപ്പോർട്ടുകളും ഏറ്റവും അവസാനം പുറത്തു വരുന്നു. ഏതായാലും സർവേകളുടെ റിപ്പോർട്ടുകൾ ഇനി അതിന്റെ ഒരു ആധികാരികത നമുക്ക് പരിശോധിക്കണമെങ്കിൽ 48 മണിക്കൂർ കൂടി നമ്മൾ കാത്തിരുന്നാലേ മതി.